സന്നിധാനത്ത് പൂജയ്ക്കായി എത്തിക്കുന്ന തേനിന്റെ ശുദ്ധിയിൽ സംശയം. സന്നിധാനത്തേക്ക് ആസിഡ് എന്നെഴുതിയ കണ്ടെയ്നറിലാണ് തേൻ കൊണ്ടുവന്നത്. അഷ്ടാഭിഷേകത്തിന് ഉപയോഗിക്കരുതെന്ന് വിജിലൻസ് നിർദ്ദേശം നൽകുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. സോണൽ കൃഷ്ണനുണ്ട്. സോണൽ, ഈ ശുദ്ധിയിൽ സംശയമുണ്ടായ സാഹചര്യം എന്താണ്? ഈ ആസിഡ് എന്നെഴുതിയ കണ്ടെയ്നർ അത് കണ്ടതുകൊണ്ടാണോ അത്തരമൊരു സംശയം ബലപ്പെടുന്നത്? നിതീഷ്, തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം വിജിലൻസിന്റെ വീണ്ടും ഒരു കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന തേനിൽ, പൂജയ്ക്കായി കൊണ്ടുവന്ന തേനിലാണ് ഇത്തരത്തിൽ ആസിഡ് അംശമുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടുള്ളത്. അതായത് ആസിഡ് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറിലാണ് തേൻ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അഷ്ടാഭിഷേകത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തേനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പമ്പയിലെ ലാബിൽ, അതായത് സന്നിധാനത്ത് 2 ലാബുകളാണ് നിലവിലുള്ളത്. അതിൽ പമ്പയിലെ ലാബിൽ സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെടെ ഈ പമ്പയിലെ ലാബിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. പക്ഷേ സന്നിധാനത്തേക്ക് കയറ്റി വന്ന ഈ തേൻ, നിലവിൽ കൊണ്ടുവന്ന ഈ തേൻ പമ്പയിൽ പരിശോധന നടത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ട് അത് കൃത്യമായി പരിശോധിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നത്. അതിനുശേഷം പമ്പയിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം സന്നിധാനത്ത് ക്രമേണ നടത്തിയ വിജിലൻസിന്റെ പരിശോധനയിൽ, ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിൽ ആസിഡ് സൂക്ഷിച്ച ആ ക്യാനിലാണ്, കണ്ടെയ്നറിലാണ് ഇത്തരത്തിൽ തേൻ കൊണ്ടുവന്നത് എന്ന കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ ഗൗരവമേറിയ വിഷയം തന്നെയാണ് നിലവിലുള്ളത്. നിലവിൽ ഈ തേൻ അഷ്ടാഭിഷേകത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയ്ക്കോയ്ക്കാണ് ഇത്തവണ ഈ ടെൻഡർ നൽകിയിട്ടുള്ളത്. അവരുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. എന്തായാലും ഈ പമ്പയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത്. ഇതിൽ ഈ ആസിഡ്, ഫോമിക് ആസിഡ് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നർ ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ, സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ്. അതുകൊണ്ട് ഏറ്റവും ഗുരുതരമേറിയ വിഷയമാണ്. ഇതിൽ ഉടൻ തന്നെ നടപടി എടുക്കണമെന്ന് തേന്റെ ശുദ്ധിയിൽ സംശയമുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ദേവസ്വം വിജിലൻസ് ഇടപെടൽ നടത്തുകയാണ്. വിജിലൻസിന്റേതാണ് കണ്ടെത്തൽ. സോണൽ കൃഷ്ണനാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.